പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് പഴയകാല പലഹാരമായ കളിയടക്കയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്. അകംവശം ഇതുപോലെ പൊള്ളയായിട്ടിരിക്കും. കളിയടക്ക ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും പൊട്ടിത്തെറിക്കാറുണ്ട്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ഒട്ടും പൊട്ടിത്തെറിക്കാത്ത നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള കളിയടക്ക ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 2 കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. പത്തിരി, ഇടിയപ്പം, അപ്പം ഇവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള പൊടിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടത് 1 കപ്പ് തേങ്ങ, 4-5 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ജീരകത്തിൻ്റെ അളവ് ഒട്ടും കൂട്ടിക്കൊടുക്കരുത്. ജീരകം കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രുചി വരും. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇതുപോലെ തേങ്ങ എല്ലാം ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. പൊടിച്ചെടുത്ത തേങ്ങ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ പകരമായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കളിയടയ്ക്കായ്ക്ക് എള്ള് നിർബന്ധമില്ല, എന്നാൽ ജീരകം നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം ഇവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച വെള്ളം കൊണ്ട് വേണം കളിയടയ്ക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് കുഴച്ചെടുക്കാൻ. തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറഞ്ഞു പോകാതിരിക്കാനോ കൂടിപ്പോകാതിരിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടിയപ്പത്തിൻ്റെ പരുവത്തിലാണ് ഇതിൻ്റെ കൂട്ട് കുഴച്ചെടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ അരിപ്പൊടിയിലേക്ക് എടുത്തു വെച്ച മുഴുവൻ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു 50 മില്ലി വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഓരോരുത്തരും എടുക്കുന്ന അരിപ്പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും കുറേശ്ശെ മാറ്റം വരും. അരിപ്പൊടിയുടെ കൂട്ട് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകമാകുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എത്ര നല്ലവണ്ണം കുഴയ്ക്കാൻ പറ്റും അത്രയും നല്ലവണ്ണം കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ പൊട്ടിയൊന്നും പോകാത്ത നല്ല വൃത്തിയുള്ള ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് ബലം കൊടുത്ത് വേണം മാവ് കുഴച്ചെടുക്കാൻ. അതിനുശേഷം അധികം ബലമില്ലാതെ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കണം. ഒട്ടും പൊട്ടലോ വിള്ളലോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇതുപോലെ ബോളുകൾ ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ. എത്ര ചെറിയ ബോളുകളാക്കുന്നോ അത്രയും എളുപ്പത്തിൽ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ഉരുളകളെല്ലാം ഒരേ വലിപ്പത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയും ചെയ്തെടുക്കാം. ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ കളിയടയ്ക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ഉരുളകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം റെഡിയാക്കിയത് ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളകൾ ഉണങ്ങിപ്പോകാതെയും വിണ്ടുപോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇതുപോലെ മൂടി വെക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ബോൾ ഇട്ട് കൊടുക്കാം. കളിയടയ്ക്ക പൊട്ടിത്തെറിക്കുമെന്ന് പേടിയുള്ളവർ ഒരു ബോൾ ഇതുപോലെ എണ്ണയിൽ ആദ്യം ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ മനസ്സിലാകും ഇത് പൊട്ടിത്തെറിക്കുകയോ ഇല്ലയോ എന്ന്. അതിനുശേഷം ബാക്കി ഉരുളകൾ ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇതുപോലെ ഉരുളകൾ ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇളക്കിയാൽ ബോളുകൾ പൊട്ടിപ്പോവും, അതുകൊണ്ട് ഇളക്കരുത്. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും ഒരേ കളറ് കിട്ടുകയുള്ളൂ. ഇതുപോലെ കുറച്ച് സമയം കഴിഞ്ഞ് കളറ് മാറി സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഓണത്തിന് എല്ലാവരും കളിയടയ്ക്ക ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.